Welcome back, guys. This is Madara Gaming YT. ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഫുട്ബോളിനകത്ത് ഞാൻ ഇന്ന് എനിക്ക് ഒത്തിരി ഓപ്പണൻസിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണൻ്റായിട്ട് ഡിവിഷൻ മാച്ചിൽ ഓപ്പണൻ്റായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതാവുന്നത് എന്താ പറയുക, ഗെയിം കട്ടായി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണൻറ്റിൻ്റെ ഫോർമേഷൻ എടുത്ത് നോക്കുമ്പം അപ്പോൾ ഓട്ടോമാറ്റിക് കട്ടായിട്ട് നമുക്ക് ലോസ് കാണിച്ചിട്ട് അവർക്ക് ഇതാവുന്നത് സംഭവം ഇതൊരു ഗ്ലിച്ചാണ്. ഗ്ലിച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊണാമി അതൊരു മറ്റേ നോട്ടിഫിക്കേഷൻ ടൈപ്പും ഇട്ടിട്ടുണ്ടായിരുന്നത്. സംഭവം നമ്മുടെ അഞ്ച് സി ബി 3 CBയും 5 അറ്റാക്കിംഗ് ഫോർമേഷനും കൂടെ ഇട്ടിട്ടുള്ള ഒരു ഫോർമേഷനായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോർമേഷൻ അവരിട്ട് കഴിയുമ്പോഴത്തേക്ക് ഗ്ലിച്ചായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പണൻ്റായിട്ട് നമ്മൾ കണക്റ്റായി നമ്മളിപ്പം ഫസ്റ്റ് സ്ക്രീനിലോട്ട് നമ്മൾ കയറിയതിന് ശേഷം നമ്മൾ ഓപ്പണൻറ്റിനെ നമ്മുടെ ടീം നമ്മൾ സ്പെക്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കട്ടായി പോകുന്നുണ്ട് ഗെയിം. അങ്ങനെ ഇപ്പം അതിപ്പം മറ്റേ ഹാക്കേഴ്സ് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. സത്യം ഹാക്കേഴ്സ് അല്ലത്, അതൊരു ഗ്ലിച്ചാണ്. അതൊരു സംഭവം ഒരു ഗ്ലിച്ചാണത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ പറ്റിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലിച്ച് എന്തെങ്കിലും അവർ അടുത്ത അപ്ഡേഷൻ അവർ റെഡി ആക്കുമായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡിവിഷൻ മാച്ച് കളിക്കുവാണെങ്കിൽ ആ ഡിവിഷൻ മാച്ച് കയറുമ്പോൾ അത് നിങ്ങൾ ഓപ്പണൻ ടീമിനെ സ്പെക്ടേറ്റ് ചെയ്ത് നോക്കരുത്. എന്തായാലും ഓപ്പൺ ടീമിനെ സ്പെക്ടേറ്റ് ചെയ്ത് നോക്കിയേ ചെയ്യരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് കിട്ടത്തുള്ളൂ. അതാകുമ്പോൾ കൂടുതൽ നമുക്ക് ഗോൾ അടിക്കാനും കൂടുതൽ അവസരമാണ്. കാരണം വെച്ചാൽ നിങ്ങൾ സ്പെക്ടേറ്റ് നോക്കാതെ നിങ്ങളിപ്പം കണ്ടിന്യൂ ആയിട്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾ അടിക്കാനൊരു അവസരമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 3 CB വരുന്നുള്ളത് കണക്ക് തന്നെ അവർക്ക് നല്ലൊരു ഡിഫൻസ് പൊട്ടും. അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഫോർമേഷൻ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്ന് വെച്ചാൽ ടൈം കളയും. എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അവരുടെ ഫോർമേഷനിലോട്ട് കയറാൻ പറ്റത്തില്ല. വെച്ചാൽ അവർ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർ കട്ടായി പോകും. അതുകൊണ്ട് നിങ്ങൾ മെയിൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈം കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതേ കണക്ക് തന്നെ അവരുടെ ടീമിനെ ഒരിക്കലും സ്പെക്ടേറ്റ് ചെയ്യരുത്. നിങ്ങൾ മാച്ച് കയറി കണ്ടിന്യൂ ചെയ്ത് കളിക്കുക. ഓക്കെ ബൈ. ഓക്കെ, ഈ ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ഓക്കെ ബൈ ഗൈസ്, പീസ് ഔട്ട്.